ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ആ സംഖ്യേനെ ഇവിടെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. ആ സംഖ്യേനെ 2/3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 80 കിട്ടും. സോ നമ്മളോട് ഇവിടെ ചോദിച്ചത് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കലായതുകൊണ്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 80നെ 2/3 കൊണ്ട് ഹരിക്കേണ്ടി വരും. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. നമുക്കറിയാം ഭിന്നസംഖ്യകളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഹരിക്കാറില്ല. പകരം ഈ ഹരണം എന്നുള്ള ചിഹ്നം മാറ്റിയിട്ട് ഗുണനാക്കും. എന്നിട്ട് ഈ ഭിന്നസംഖ്യേനെ തല കുത്തനെ എഴുതും, അഥവാ വിൽക്രമം റെസിപ്രോക്കൽ എന്ന് എഴുതും. അപ്പോൾ 3/2 കൊണ്ട് ഗുണിച്ചാൽ മതി. ആരെ? 80നെ. അങ്ങനെയാണ് ഉത്തരം കിട്ടുക. ഒന്ന് ഗുണിച്ച് നോക്കി. 80 ഗുണിക്കണം 3/2. ആരെ വെട്ടി ഒഴിവാക്കാം? 80ൽ 2 40 വട്ടമല്ലേ പോവുക. 40 ഗുണം 3 എന്ന് പറഞ്ഞാൽ 120 ആയിരിക്കും ഉത്തരം. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ സംഖ്യയുടെ 3/4 ഭാഗം 90 ആണെന്ന് പറയുന്നുണ്ട്. സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇതേമാതിരി വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് വിൽക്രമം എടുക്കുക, ഗുണിക്കുക, ആ പരിപാടിയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക.